ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ചിക്കൻ പൊറോട്ട. നമുക്ക് ചിക്കൻ പൊറോട്ട ഇപ്പോൾ വളരെ ട്രെൻഡായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. നല്ല ഒരു സ്നാക്സാണ്. ഒത്തിരിയധികം പേര് ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് ലളിതമായിട്ട് വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതിന് വേണ്ടത്, ഞാനിപ്പോൾ ഒരു 4 ചിക്കൻ പൊറോട്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിന് 300 ഗ്രാം ചിക്കൻ, ബോയിൽഡ് ചിക്കൻ ഉപ്പിട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കണം. അതിലേക്ക് 1.5 ഉള്ളി, സവാള 1.5 സവാള, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, കൊത്തമല്ലി ചപ്പ്, ഒരു തക്കാളി, 2 മുട്ട, പെപ്പർ പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, ചില്ലി ഫ്ലെക്സ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമുക്ക് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമ്മൾ മസാലയാണ് ആക്കി വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പൊറോട്ടയിലേക്ക് കിടക്കുന്നത്. ആദ്യം നമ്മൾ മസാല റെഡിയാക്കുകയാണ്. അതിനാവശ്യമായിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിക്കുന്നു. ഇതിലേക്ക് ഇപ്പം ഉള്ളി ബ്രൗൺ കളറിലേക്ക് വന്നിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നു. അതോടൊപ്പം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂണ്, ജീരക പൗഡർ 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറുന്നതിന് വരെ നമ്മൾ ഇളക്കണം. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി ബോയിൽ ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് വരെ നമ്മൾ ഇതിലിട്ട് മസാല ഇട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ ചിക്കൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനെ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെക്കുക. ഈ സമയത്ത് നമ്മൾ മസാല തണുക്കാനായിട്ട് വെച്ചേക്കുവാണ്. ഈ സമയത്ത് നമ്മൾ പൊറോട്ട നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ പൊറോട്ടയിലേക്ക് ആകാൻ വേണ്ടി നമ്മൾ ഒഴിക്കണം. അധികം വേണ്ട എണ്ണ. ഈ പൊറോട്ട ഞാൻ റെഡിമെയ്ഡ് മേടിച്ചതാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുറത്തുനിന്നാണ് മേടിച്ചത്. എല്ലാ സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒരേപോലെ ബോയിലാവാൻ വേണ്ടി. നമ്മുടെ പൊറോട്ട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക.
ഫ്രണ്ട്സ്, നമ്മളിനിയും പൊറോട്ടയിലേക്ക് നമ്മുടെ മസാല, ചിക്കൻ മസാല ആക്കി വെച്ചൊക്കെ നമ്മൾ ഇതിലേക്ക് വെക്കുകയാണ്. പൊറോട്ടയുടെ സെൻറ്ററിലേക്ക് നമ്മൾ കുറച്ച് മസാല ആക്കുന്നു. അതിനുശേഷം ഇത് ചുറ്റും നമ്മൾ കുറച്ച് മൈദ തന്നെ എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് പശയാക്കി പൊറോട്ടയുടെ ചുറ്റും നമ്മൾ വെക്കുന്നു. ഇത് ഓട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് പശ ഓട്ടിക്കണം. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ എണ്ണയിലേക്ക് മസാല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യുക. ഒരു കാരണവശാലും എണ്ണയിലേക്ക് മസാല വീഴരുത്. അതേപോലെ നമ്മൾ ഒട്ടിക്കണം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് വീട്ടിൽ ചെയ്യണം. നല്ലൊരു സ്നാക്സാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിരുന്ന് വീഡിയോ അന്നേരം തന്നെ കിട്ടുന്നതായിരിക്കും. അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്, വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. മിസ്സാക്കരുത്, ചെയ്യണം കേട്ടോ. ഇത് എല്ലാം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് ഡീപ് ഫ്രൈ ചെയ്യുകയാണ്. നമ്മൾ ചെറിയ ചട്ടിയിലാണ് എണ്ണ വെച്ചേക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു തുള്ളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ ഇങ്ങനെ പൊട്ടുന്ന കാണാം. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ പൊട്ടുന്ന സൗണ്ട് കേട്ടോ, ഇതിൻ്റെ അർത്ഥം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇതിലേക്ക് മെല്ലെ ഇറക്കി വിടുവാണ്. പൊറോട്ട രണ്ട് വശവും നന്നായിട്ട് എണ്ണയിൽ മുങ്ങണം. ഇച്ചിരി വലിയ ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചെറിയ ചട്ടി എടുത്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. മാക്സിമം ഒരു 2 മിനിറ്റ് ഇത് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് പൊറോട്ട പൊങ്ങി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എണ്ണ മുങ്ങി കിടക്കാൻ വേണ്ടി. വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. വളരെ കെയർഫുൾ ആയിരിക്കണം. ചിലപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ രണ്ട് തവി കൂട്ടി മറിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ മേത്തേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഒരു പൊറോട്ട എടുക്കുക, അതിലേക്ക് ഈ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ മസാലകൾ ആഡ് ചെയ്യുക, ഫ്രൈ ചെയ്യുക, ഇതിലേക്ക് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഡീപ് ഫ്രൈ ചെയ്യുക. ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ഫൈനൽ സ്റ്റേജ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ ഞാൻ വരുന്നതായിരിക്കും.